നമ്മളൊരു ടയർ എടുത്തു, ആ ടയർ ഉരുട്ടി കഴിഞ്ഞാൽ ടയർ ഇങ്ങനെ ഉരുണ്ട് ഒരു സ്ഥലം വരെ പോകും അല്ലേ. പക്ഷെ നമ്മൾ ഉരുട്ടുമ്പോൾ ടയർ അവിടെ തന്നെ കിടന്ന് ചുറ്റണമെങ്കിൽ ടയറിന് ഒരു സ്റ്റോപ്പ് വെക്കണം. മുന്നിലൊരു സ്റ്റോപ്പ് വെച്ച് കഴിഞ്ഞാൽ ടയർ അവിടെ തന്നെ കറങ്ങും. അതേപോലെയാണ് നമ്മുടെ ഷോൾഡറിൻ്റെ എല്ലുകൾ. ഒരു ബോളുണ്ട്, ഒരു കപ്പുണ്ട്. അപ്പോൾ ഈ ബോൾ നമ്മൾ കൈ പൊക്കുമ്പോൾ ഈ ബോൾ കപ്പിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് കറങ്ങണം. അപ്പോൾ ഈ ഉള്ളിൽ തന്നെ നിന്ന് കറങ്ങാതെ ബോൾ ഉരുണ്ടും കൊണ്ട് മേലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഷോൾഡറിൻ്റെ ഈ ബോൾ മേലുള്ള ഒരു എല്ലുമായിട്ട് കിടന്ന് മുട്ടും. അപ്പോൾ ഇത് മുട്ടാതിരിക്കാൻ ഈ ബോൾ ഉള്ളിൽ തന്നെ കിടന്ന് കറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് റൊട്ടേറ്റർ കഫ് ടെൻഡൻ. അപ്പോൾ ഈ റൊട്ടേറ്റർ കഫ് ടെൻഡൻ പൊട്ടിക്കഴിഞ്ഞാൽ ഈ ബോൾ മേലേക്ക് കയറിപ്പോവും, വേറെ എല്ലുമായിട്ട് തന്നെ മുട്ടിത്തുടങ്ങും. അങ്ങനെയാണ് റൊട്ടേറ്റർ കഫ് ആർത്രോപ്പത്തി, അതായത് ടെൻഡൻ പൊട്ടിയിട്ട് വരുന്ന ഷോൾഡറിൽ വരുന്ന എല്ല് തേയ്മാനം വരുന്നത്. സോ ടെൻഡൻ പൊട്ടിക്കഴിഞ്ഞാൽ കൈ പൊക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് കൈ ശരിയായി എന്ന് തെറ്റിദ്ധരിക്കേണ്ട. 5-6 കൊല്ലം കഴിഞ്ഞാലാണ് നമ്മളതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോ ഒരു 55 വയസ്സിന് ശേഷം ഒരു വീഴ്ച പറ്റി എക്സ്റേ എടുത്ത് നോക്കി പരിക്കുകളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു MRI എടുക്കുക എന്നുള്ളതാണ്. ടെൻഡൻ പൊട്ടിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കുക എന്നുള്ളതാണ്. ടെൻഡൻ പൊട്ടിയിട്ടുണ്ടെങ്കിൽ താക്കോൽ ദ്വാര വഴി 1 ദിവസം അഡ്മിഷനേ വേണ്ടൂ. താക്കോൽ ദ്വാര വഴി നമുക്ക് ഈ ടെൻഡനെ പരിപൂർണമായിട്ട് റിപ്പയർ ചെയ്യാവുന്നതുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൈ പൊക്കാനുള്ള സൗകര്യവും ഉണ്ടാവും. അതുമാത്രമല്ല ഭാവിയിൽ തേയ്മാനത്തിനെയും നമുക്ക് പരിപൂർണമായിട്ട് ഒഴിവാക്കാം. തേയ്മാനം വന്ന കേസുകൾക്ക് ഈ ടെൻഡൻ റിപ്പയർ പ്രായോഗികമായിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. അത്തരം കേസുകൾക്ക് നമുക്ക് ഷോൾഡർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമേ ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ.